പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ ഭാഗമാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണെന്ന് വായിച്ചു കേട്ടത്. ക്ഷീണിച്ച് മടുക്കാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മളിൽ എല്ലാവർക്കും ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, മടുപ്പുകൾ ഉള്ളവരാണ്. ദൈവത്തിന് ഇഷ്ടം. ഓരോ വിഷയത്തിൽ, പലവിധമായ വിഷയത്തിനകത്ത് മടുപ്പുകൾ ഉണ്ടാകാറുള്ളവരാണ് നാം ഏവരും. ഇന്ന് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറുന്നത്, നമുക്ക് മടുപ്പുകൾ ഉണ്ടാകുമ്പോൾ, ക്ഷീണങ്ങൾ തട്ടുമ്പോൾ ഒരു കാര്യം മാത്രം നാം മനസ്സിലാക്കണം, ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് മുൻപേ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയവനെ ധ്യാനിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിനകത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ക്ഷീണങ്ങൾ തട്ടാറുള്ളത് എന്തുകൊണ്ടാണ് നാം മടുത്തു പോകുന്നത്? പലവിധമായ വിഷയങ്ങൾ നാം കേൾക്കുമ്പോൾ, അപമാനങ്ങൾ കേൾക്കുമ്പോൾ, അപവാദങ്ങൾ കേൾക്കുമ്പോൾ, നമുക്കിഷ്ടപ്പെടാത്തത് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ഷീണിക്കുന്നത്. പലപ്പോഴും ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമേ ഉള്ളെന്ന് പൗലോസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ക്ഷീണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന്റെ തൊട്ട് മുൻപിലുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളണമെന്ന് പൗലോസ് പറയാനുള്ള കാരണം? 1-ാമത്തെ വാക്യം മുതൽ വായിക്കും. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് താൻ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പം ക്ഷീണിച്ച് മടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് മുമ്പേ ഓടിയ മനുഷ്യരെ അല്ല നോക്കേണ്ടത്, മറിച്ച് യേശുവിനെ നോക്കണം. മനുഷ്യനെ നോക്കിയാൽ ആ മനുഷ്യൻ അങ്ങനെയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ, വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കാൻ കാരണമായി മാറും. നമ്മൾ ക്ഷീണിക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയുന്നത് മനുഷ്യരെ നാം നോക്കുന്നത് കൊണ്ടാണ്. മുമ്പ് ഓടിയ മനുഷ്യരെ നോക്കി ആ മനുഷ്യൻ അങ്ങനെ ആയിരുന്നു എന്ന് നാം പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ക്ഷീണങ്ങൾ തട്ടുന്നത്, പലപ്പോഴും നാം മടുത്തു പോകുന്നത് ഓട്ടത്തിനകത്ത്. ഇന്ന് ഈ രാത്രി ഈ സന്ദേശം കൈമാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്ത് ഇനി എങ്ങനെ മൂവ് ചെയ്യണം, ഞാൻ വല്ലാത്തൊരു സംഘർഷത്തിനകത്താണ് ആയിരിക്കുന്നത് ചിന്തിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ യേശുവിനെ നോക്കുവാനുള്ള വചനമാണ് പരിശുദ്ധാത്മാവ് രാത്രിയിൽ ഇടപെടുന്നത്. യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കിയാലുള്ള പ്രത്യേകത, യേശു ആ പാപവഴിയെ നാം അനുഭവിച്ചിട്ടുള്ളതിലും എല്ലാം സഹിച്ച ഒരു മനുഷ്യനാണ് യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ യേശുവിനെ നോക്കേണ്ടത്. മനുഷ്യരെ നോക്കിയാൽ നിങ്ങളുടെ ട്രാക്കിനകത്തുള്ള ഓട്ടം മനുഷ്യന്റെ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ, മനുഷ്യനെ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിശ്ചയമായി നിങ്ങൾ തളരുവാൻ, ക്ഷീണിക്കുവാൻ, മടുക്കുവാൻ ഇടയാകും. മറിച്ച് ഭാവമൊഴികെ നാം അനുഭവിച്ചതിനും അപ്പുറമായി കഷ്ടമനുഭവിച്ച യേശുവിനെ നോക്കിയാൽ അതിന് പ്രത്യേകതയുണ്ട്. തൊട്ടുതാഴെയുള്ള വാക്യങ്ങളാണ് യേശുവിനെ നോക്കിയാലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്നിട്ട് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്, അപ്പം യേശു കർത്താവിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് എന്താ ചെയ്തത്? അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്താണ് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്?
ഈ ഭൂമിയിലേക്ക് യേശു കടന്നു വന്ന് അത്ഭുതങ്ങൾക്ക് ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. പക്ഷെങ്കിൽ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറഞ്ഞത് പാപത്തിനകത്തേക്ക് ആണ്ടുപോയ മാനവരാശിയെ പാപത്തിനകത്തൂന്ന് കരകയറ്റിയെടുക്കാൻ ഏതത്തോട്ടത്തിനകത്ത് വാഴുവാൻ ഏൽപ്പിച്ച മനുഷ്യൻ വീഴ്ച വന്നപ്പോൾ, വാഴ്ചയിൽ നിന്ന് വീണുപോയപ്പോൾ, അതേ മാനവരാശിയെ വാഴുവാൻ വീണ്ടും യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു. തന്റെ പരമപ്രധാനമായ ഉദ്ദേശം, ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം നശിച്ചുപോയ പാപത്തിലാണ്ടുപോയ മാനവരാശിയെ വീണ്ടെടുക്കണമെന്നുള്ളതായിരുന്നു. അപ്പം തന്റെ സന്തോഷം എന്ന് പറയുന്നത്, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് സ്തോത്രം അപമാനം അലക്ഷ്യമാക്കാണ്. അതിന്റെ കാരണം മാനവകുലം മുഴുവനും പാപമംഗുലമായ ജീവിതത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനിടയായി. ഒന്നാമത് അവൻ യേശുവിനെ നോക്കണം. ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ നാം യേശുവിനെ നോക്കണം. മനുഷ്യരെ അല്ല, യേശുവിനെ നോക്കണം. രണ്ട്, അപമാനത്തെ അലക്ഷ്യമാക്കി. ഇന്നത്തെ ലോകത്തേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ അപമാനങ്ങൾ കേൾക്കുമ്പോൾ, അപവാദങ്ങൾ കേൾക്കുമ്പോൾ നാം പലരും പ്രതികരിക്കാറുള്ളവരാണ്. നാം പ്രതികരണശേഷിയുമായി പോകാറുള്ളവരാണ്. എല്ലാവരുമല്ല, ചിലർ പ്രതികരിക്കും. എന്തിനാണ്? ആ അപവാദം അല്ലെങ്കിൽ അപമാനം സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ മനസ്സിനകത്തുള്ളത് കൊണ്ട് നാം ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതികരിക്കാൻ ദൈവത്തിന് ഇഷ്ടം. പക്ഷെ യേശു കർത്താവ് ഇന്ന് രാത്രി വ്യക്തതയോടെ തിരുവചനാടിസ്ഥാനത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ്. അപമാനത്തെ അലക്ഷ്യമാക്കി അവൻ എങ്കിൽ മൗനതയോടിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മെ അപമാനിക്കുന്നവരെ അവൻ മാനിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നാം മടുക്കത്തില്ല, ക്ഷീണിക്കത്തില്ല. രണ്ട്, ക്ഷീണിച്ചും മടുക്കാതിരിക്കാൻ രണ്ടാമത്തെ വിഷയം, ക്രൂശിനെ സഹിച്ചു. യേശു കർത്താവ് ഭൂമിയിലായിരുന്നു ശിക്ഷകനകരോട് പറഞ്ഞു, തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് ആ യേശുവിനെ അനുഗമിക്കണം. അപ്പം എല്ലാവർക്കും ക്രൂശുണ്ട്, എല്ലാവർക്കും കഷ്ടതയുണ്ട്, എല്ലാവർക്കും വേദനകളുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് അനുഗമിച്ചോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂശ് എന്താണെന്ന് തിരിച്ചറിയണം. ഒരു പക്ഷെങ്കിൽ നമുക്ക് അപവാദം കേൾക്കാനാ ഭൂമിയിൽ ദൈവം അനുവദിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ കേൾക്കണം. ഒരു പക്ഷെങ്കിൽ രോഗത്തിനകത്തൂടെ നമ്മൾ കടന്നു പോകേണ്ടതെങ്കിൽ നമ്മൾ സഹിക്കണം. ഒരു പക്ഷെങ്കിൽ കടക്കിടയ്ക്കകത്തായി പോയായിരിക്കാം. എന്താണോ നമ്മുടെ ക്രൂശ്, അത് മാത്രമല്ല നമ്മുടെ കഷ്ടത, നമ്മുടെ ജഡികമായ സ്വഭാവങ്ങൾ, ഇതിനെല്ലാം ത്യജിക്കണം. ഇതിനെല്ലാം ഉടച്ചു കളഞ്ഞ് അവൻ കഷ്ടമനുഭവിക്കണം. ലോകത്തിന്റെ ഇമ്പങ്ങളിലോടാനല്ല, ലോകത്തിനകത്തെ കറപറ്റി അതിനകത്തോടാനല്ല. നമ്മുടെ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ലോകക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. യേശു പറയുന്നു, ക്രൂശിനെ സഹിച്ചു. രണ്ടാമത്, ക്ഷീണിച്ചും മടുക്കാതിരിക്കണമെങ്കിൽ നാം ഒരു സഹനശേഷി നമ്മളിൽ ഉണ്ടാകണം. എന്ത്? നമ്മുടെ ക്രൂശ് പലപ്പോഴും നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ, നമ്മളെ പ്രകോപിപ്പിക്കാൻ പലരും നമ്മുടെ മുന്നിൽ വന്നേക്കാം, പലരും നമ്മൾ കണ്ടേക്കാം. അതിന്റെ മുന്നിൽ ആത്മാവിൽ നാം ഈ വർഷങ്ങളിൽ പറയുന്ന ഞാൻ ഉൾപ്പെടെ എന്ത് ചെയ്യണം? നാം ആ ക്രൂശിനെ ഒന്ന് സഹിക്കാൻ നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനേ. ഒന്ന്, അപമാനത്തെ അലക്ഷ്യമാക്കി. അവന്റെ ലക്ഷ്യമല്ല അപമാനം കേൾക്കുന്നത്, അവൻ ശ്രദ്ധിക്കാറില്ല. നമ്മളെ അപമാനം പറഞ്ഞോട്ടെ, അപവാദം പറഞ്ഞോട്ടെ, നാം അതിനെ ചെവിക്കൊള്ളണ്ട, നാം ശ്രദ്ധിക്കണ്ട. അപമാനത്തെ അലക്ഷ്യമാക്കി ഒരു ദൈവം ക്രൂശിനെ സഹിച്ചു. മൂന്നാമത്തത് പറയുകയാണ്, അപമാനം അലക്ഷ്യമാക്കുകയും ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഈ ക്ഷീണിച്ചു മടുക്കാതിരുപ്പാൻ. അടുത്തത് പറയുകയാണ്, സ്തോത്രം, പാപികളാൽ തനിക്ക് നേരിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ സഹിക്കും. നാം നേരിടുന്ന പ്രയാസങ്ങൾ നമ്മുടെ തകർച്ചയ്ക്കല്ല, നാം നേരിടുന്ന കഷ്ടതകൾ നമ്മുടെ അവസാനമല്ല,
നാം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മളുടെ അവസാനമേ അല്ല, നമുക്ക് പുതിയ ആരംഭങ്ങൾ തരാൻ, പുതിയ തുടക്കങ്ങൾ തരാൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവൻ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ആരെ ധ്യാനിക്കണം, അവൻ എങ്ങനെയാണ് ക്ഷീണിക്കാതിരിക്കുന്നത്, എങ്ങനെയാണ് മടുക്കാതിരിക്കുന്നത്. സ്തോത്രം അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞുകൊണ്ട്, ക്രൂശിനെ സഹിച്ചുകൊണ്ട്, ഭാവികളാൽ നേരിടുന്ന പ്രശ്നങ്ങളെ അവൻ കണ്ടിട്ടും കാണാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടിയാൽ നമ്മുടെ ക്ഷീണങ്ങൾ മാറും. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് ആത്മീക ഉറക്കം വന്നുപോയി ജനത്തിൽ. എന്തുകൊണ്ടാണ്? പലതിനെയും ശ്രദ്ധിക്കാൻ പോകുന്നത്, പലതിനെ ലക്ഷ്യത്തിന്റെ അവരുടേതായ മനുഷ്യ ലക്ഷ്യത്തിലേക്ക് ഓടുന്നത് കൊണ്ട്. കർത്താവ് പറയുക, ആമിനി ഭൂമിയിലേക്ക് പിറവിയെടുത്ത് മാനവരാശിയുടെ ഭാവമംഗുലമായ ജീവിതത്തെ കഴുകിക്കളയാൻ യേശു ഭൂമിയിൽ വന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, എന്നെ വീണ്ടെടുത്ത് സ്വർഗത്തിന്റെ വലതു ഭാഗത്തിരുത്താൻ സ്വർഗത്തിലെ ദൈവം വന്നു. യേശു കർത്താവ് അനുഭവിച്ച ആ കഷ്ടതകളെ നോക്കി യേശുവിനെ നോക്കുക. നമ്മൾ ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ, നാം മടുത്തു പോകാതിരിക്കണമെങ്കിൽ മനുഷ്യനെ അല്ല, കർത്താവിനെ നോക്കണം. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞ്, ക്രൂശിനെ സഹിച്ച്, ഭാവികളാൽ നേരിടുന്ന പ്രയാസങ്ങളെ ചിന്തിക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി മാത്രം നമുക്ക് യാത്ര ചെയ്യാൻ തീരുമാനമെടുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ക്ഷീണങ്ങളുണ്ടെങ്കിൽ, നാം എവിടെയെങ്കിലും മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായി നമ്മുടെ നോട്ടം സ്ഥിരതയോടുകൂടിയ യേശുവിന്റെ അവൻ മുഖത്തേക്ക്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നമ്മുടെ ക്ഷീണങ്ങൾ മാറും, നമ്മുടെ മടുപ്പുകൾ മാറും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you. Thank you.